ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഷെയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അഭിപ്രായമല്ല, പ്രഗത്ഭരായിട്ടുള്ള പല സൈക്കോളജിസ്റ്റും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവരുടെ ലക്ഷണം എന്ന് പറയുന്നത്, ഡോക്ടേഴ്സ് ആയത് സൈക്കോളജിസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, അവരെപ്പോഴും മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. അതായത് മറ്റുള്ളവരുടെ ഒരു നല്ല ക്വാളിറ്റി അവർ ഒരിക്കലും സമ്മതിച്ചില്ല. അതായത് ഒരാളൊരു നല്ലൊരു കാര്യം ചെയ്തു എങ്കിൽ അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നൊരു നല്ല കാര്യമായിട്ട് കാണാനോ അതിനെക്കുറിച്ച് നല്ലത് പറയാനോ ഒന്നും അവർക്ക് കഴിയില്ല. അതേസമയം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനും അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ്, നെഗറ്റീവ് വൈബ്രേഷൻ കൊടുക്കാനായിരിക്കും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതായത് നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ആദ്യമേ നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻ തരുന്നവരായിരിക്കും ഈ മഹാ അഹങ്കാരമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അടുത്ത അടയാളം എന്ന് പറയുന്നത്, അവരൊരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം അക്സെപ്റ്റ് ചെയ്യില്ല. എപ്പോഴും അവരുടെ അഭിപ്രായം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. ആരുടെയും അഭിപ്രായം അവർ കേൾക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കും. അത് തന്നെ ആയിരിക്കും അവർ കേൾക്കുകയുള്ളൂ. അവരത് മാത്രമേ അവർ അനുസരിക്കുള്ളൂ. വേറെ ആരുടെ അഭിപ്രായം അവർ സ്വീകരിക്കില്ല. അവരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് എങ്ങാനും അവർ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് ദേഷ്യമായിരിക്കും. അങ്ങനെ അവരോട് തെറ്റിപ്പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും അവരെന്ന് പറയുന്നത്. അടുത്തൊരു അടയാളം എന്ന് പറയുന്നത് ചീറ്റ് ചെയ്യുന്നവരായിരിക്കും. അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും, ഇപ്പോൾ പാർട്ട്നേഴ്സായാലും, ബിസിനസ് പാർട്ട്നേഴ്സായാലും, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സായാലും, ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും അഹങ്കാരമുള്ളവരാണെങ്കിൽ അവർ തമ്മിലൊരു ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവും. ഓക്കെ, ഒരാൾ ചീറ്റ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ടാവും. അടുത്തൊരു അടയാളം എന്ന് പറയുന്നത്, അവർക്ക് ഈ ചെറിയ രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ആരും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇവർക്കൊരു ചെറിയൊരു ക്രിറ്റിസിസം പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉടനെ ആരെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് ഒരു മോശം പറഞ്ഞാലും, നീ ചെയ്തത് ശരിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാന്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞിരുന്നാൽ കൂടിയും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർ ഉടനെ തന്നെ ദേഷ്യപ്പെടുകയും റേസ് ആവുകയും ഓരോ സീൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും അവരത്. അടുത്തൊരു അടയാളം എന്ന് പറയുന്നത്, ഒരു പൊതുവേദിയിൽ ചെന്നാൽ കൂടിയും എല്ലാവരും, ആ സദസ്സിലുള്ള എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവർ. അതായത് ഇപ്പം നമ്മളെ ബഹുമാനിക്കേണ്ടതെന്ന്, നമ്മളെ ബഹുമാനിക്കാൻ അർഹതയുള്ളവരാണല്ലോ ബഹുമാനിക്കേണ്ടത്. അതായത് ഇപ്പോൾ വഴിയിൽ പോകുന്ന ഒരാൾ നമ്മളെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും, അതിപ്പോൾ ഒരു കല്യാണ വേദിയിൽ പോയാലും, അല്ലെങ്കിൽ ഒരു മരണം വീട്ടിൽ പോയാലും, അല്ലെങ്കിൽ ഈവൻ ഒരു ബസ്സിൽ കയറിയാൽ കൂടിയും അതിലുള്ള എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം. എനിക്ക് പണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ പദവി അല്ലെങ്കിൽ ജോലി, അതൊക്കെ വെച്ചിട്ട് ഒരു ഇതുള്ളതുകൊണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവർ. അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇവർക്ക് ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനോ ഒരു നാണക്കേടോ ഒരു മടിയോ അങ്ങനെയൊന്നും തോന്നില്ല. അതായത് പ്രത്യേകിച്ച് കീഴുദ്യോഗസ്ഥർ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയുന്നത് കേൾക്കാം. ഇപ്പോൾ ഓഫീസിലുള്ള ആൾക്കാർക്കാണെങ്കിലും, അല്ലേ, ഓഫീസിലുള്ള
മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർ എപ്പോഴും ചീത്ത പറയുന്നത്, അതിന് ഒരു മടിയോ അങ്ങനെ ഒരു എമ്പതി എന്ന് പറയുന്നത് സാധനം അവർക്ക് ഉണ്ടാവില്ല. ഒരു കുറ്റബോധം അവർക്ക്, ഗിൽറ്റി അവർക്ക് ഉണ്ടാവില്ല. അടുത്തൊരു അടയാളം എന്ന് പറയുന്നത് രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ അഹങ്കാരമുള്ള ആൾ എപ്പോഴും ഇൻറ്ററപ്റ്റ് ചെയ്യും. മറ്റേ ആൾ പറയുന്നത് കേൾക്കുകയില്ല, ഇവർ പറയുന്നത് മാത്രം എല്ലാവരും കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞോളൂ. അതായത് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്ക് ഞാൻ പറയാം, നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് എപ്പോഴും പറയുന്നവരായിരിക്കും ഈ അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവർ. അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അടുത്തൊരു അടയാളം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പേര് വന്നു പോകുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പിരിഞ്ഞു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടം അനുസരിച്ച് പോകുന്നവരായിരിക്കും. അപ്പോൾ ഇൻ കേസ് പിണങ്ങി പോകുന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അത് കഴിഞ്ഞു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഇനി അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മളുടെ വഴി എന്നുള്ള ഒരു ക്യാരക്ടറിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ അതേസമയം ഇവരുടെ അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവരുമായിട്ട് ആരെങ്കിലും തെറ്റി പിരിഞ്ഞാൽ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ പിരിഞ്ഞവരെ പിന്നെ ശത്രുവായിട്ടായിരിക്കും കാണുക. ഒരു എനിമിയായിട്ട് കണ്ട് അവരെ പിറകെ കൂടി അവരെ ഹോണ്ട് ചെയ്ത് അവരെ അങ്ങ് മാക്സിമം അവരെ നശിപ്പിക്കാനായിരിക്കും അവർ ചെയ്യുക. അതായത് എന്തൊക്കെ ചെയ്താൽ അവരെ നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ശ്രമം നടത്തി അവരെ തളർത്താൻ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനുള്ള ഒരു ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും അവർ. അല്ലാതെ അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി എന്ന് ചിന്തിക്കാൻ മാത്രമല്ല, അവരെ എങ്ങനെയും നശിച്ച് കാണണം എന്നുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആരെങ്കിലുമായിട്ട് പിണങ്ങിയാൽ അവരെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തും, മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തും. മറ്റുള്ളവരോട് ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും കൂടെ പറഞ്ഞ് പല സീനുകളും ഉണ്ടാക്കി പല കാര്യങ്ങളും ഉണ്ടാക്കി പറഞ്ഞിട്ട് അവരെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തും. എല്ലാവരുടെ മുമ്പിലും മോശക്കാരനാക്കി അല്ലെങ്കിൽ മോശക്കാരിയാക്കി കാണിച്ച് അവരെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തി ഇരിക്കും. ഓക്കെ, അടുത്തൊരു അടയാളം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരായിരിക്കും. അഹംഭാവം, ഞാനെന്താ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ക്യാരക്ടർ അതാണ്. അതായത് പീക്കോക്ക്, രണ്ട് ബേർഡ്സിൻ്റെ പറയുകയാണെങ്കിൽ പീക്കോക്കും ഈഗിൾ. പീക്കോക്ക് മയിലിൻ്റെ ക്യാരക്ടറാണ് അഹംഭാവം എന്ന് പറയുന്നത്. അതായത് ഞാനെന്താ വലിയൊരു സംഭവമാണ് എന്നാണ് ഒരു പീക്കോക്ക് മയിലിൻ്റെ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഈഗിളിൻ്റെ പരുന്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അഹങ്കാരം. അതായത് എനിക്ക് മേലെ ആരുമില്ല, ഞാനാണ് ഏറ്റവും വലുത് എന്ന് ഉള്ള ഒരു തോന്നലാണ്, അങ്ങനൊരു തോന്നലാണ് പരുന്തിന്, ഈഗിളിനുള്ളത്. അപ്പോൾ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ അഹങ്കാരികളുടെ ലക്ഷണമാണ്. അടുത്ത ഒരു അടയാളം എന്ന് പറയുന്നത് അവർ സംസാരിക്കുമ്പോൾ അവരെപ്പോഴും ഞാൻ, എൻ്റെ, ഈ രണ്ട് വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കും. ഞാൻ അതുപോലെ തന്നെ എൻ്റെ പണം എൻ്റേതാണ് എല്ലാം, അങ്ങനെ ഒരു ക്യാരക്ടർ. ഞാൻ മൈസെൽഫ്, നമ്മളുടെ സ്വന്തത്തിന് ഭയങ്കര ഫോഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും അവർ സംസാരിക്കുക. അടുത്തൊരു അടയാളം എന്ന് പറയുന്നത് അവരൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ കാരണം ഒരു തെറ്റ് സംഭവിച്ചു, അവരുടെ അബദ്ധം കാരണം ഒരു കാര്യം ഉണ്ടായി, ഒരു അബദ്ധം ഉണ്ടായെങ്കിൽ അവരതൊരിക്കലും സമ്മതിക്കില്ല. ഞാൻ കാരണമാണ് അങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ എൻ്റെ തെറ്റാണ് എന്ന് അവരൊരിക്കലും സമ്മതിക്കില്ല. ഓക്കെ, അടുത്തൊരു അടയാളം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അവരെപ്പോഴും കുത്തുവാക്ക് പറയുന്നതായിരിക്കും. ആരെ പറ്റിയും എപ്പോഴും കുത്തുവാക്ക് പറയാൻ അവർക്കൊരു നാണക്കേടോ മടിയോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിലൊരു വേദനയോ ഒരു വിഷമോ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് അമിതമായിട്ട് അഹങ്കാരം കാണിക്കുന്നവരുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്കുണ്ടോ നമ്മൾ സ്വയം ചെക്ക് ചെയ്യുക. ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത്, ശേഷം നിങ്ങളോട്. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ സ്വന്തം വീടുകളിലുള്ള
ആൾക്കാർക്ക് തന്നെ ഈ ഒരു ലക്ഷണങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അയൽവാസികൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് എന്താ പറയുക, നാക്കിന് അവരുമായിട്ട് നൈസായിട്ട് അവർ ഡീൽ ചെയ്ത് വിടുക. അല്ലാതെ ഒരുപാട് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പിറകെ നടന്ന് അവരെ നന്നാക്കാൻ ശ്രമിക്കാനോ നമുക്ക് പറ്റില്ല. അതിനൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്താ അവസാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ ഉള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അത് എന്താണെങ്കിലും, അതിപ്പോൾ പണമാവാം, സൗന്ദര്യമാവാം, സ്റ്റാറ്റസ് ആവാം, ജോലിയാവാം, എന്തായാലും അതെല്ലാം നമ്മളൊരാളുടെ കഴിവുകൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് വിചാരിക്കരുത്. അതിനൊക്കെ മേലെ ദൈവം നമുക്ക് തന്ന ഒരു കാരുണ്യമാണ്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു പരീക്ഷണമാവാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ അതിൽ അഹങ്കരിക്കാതെ അതിലെപ്പോഴും നമ്മൾ നന്ദി കാണിച്ച് പോവുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെത്ര ദൈവഭക്തിയുള്ള ആളാണെങ്കിലും ഭയഭക്തിയുള്ള ആളാണെങ്കിൽ കൂടിയും, ഇപ്പം ഞാനൊരു മുസ്ലിമാണ്, അപ്പോൾ ഞങ്ങളുടെ ആരാധന രീതി അനുസരിച്ച് എത്ര നിസ്കാരം ഉണ്ടെങ്കിലും, എത്ര ഖുർആൻ ഓതിയിരുന്നാലും, എത്ര നോമ്പെടുത്തിരുന്നാലും ഒക്കെ ഒരു കടുക് മണി വലുപ്പത്തിൽ ഒരാൾക്ക് അഹങ്കാരമുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ആരെങ്കിലും അഹങ്കാരം ഉണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ഞാൻ എന്നോട് കൂടി തന്നെ പറയണം, നമ്മളുടെ മനസ്സ് നല്ല മനസ്സാക്കി ദൈവം മാറ്റി തരട്ടെ. അഹങ്കാരമില്ലാത്ത നല്ല മനസ്സ് ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നല്ല മനസ്സോടെ കേൾക്കുക, നല്ല ബുദ്ധിയിൽ മനസ്സിലാക്കുക. എന്നോട് ദേഷ്യം തോന്നരുത്. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.